നീ എന്താ കാണിക്കുന്ന ഷമീറ? അവൻ വിടുന്നില്ല. ഇത്തിരി പറഞ്ഞാ MRC ഗ്യാങ്ങിന്റെ അത് ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ അതില് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. വർഷങ്ങളായിട്ട് എനിക്ക് വളരെ പേഴ്സണലി വേണ്ടപ്പെട്ട 2 പേരാണ് അതിന്റെ ഓണേഴ്സ്. അതിലൊരാളെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും അതിൽ വേറൊരാളെന്ന് പറഞ്ഞാൽ ഗോകുവാണ്. അവർക്ക് 2 പേർക്കും കറന്റ്ലി ഇപ്പൊ ഇത് വന്ന് വിളിച്ചു പറഞ്ഞ് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. എല്ലാവർക്കും നമസ്കാരം. MRC ഗ്യാങ് എല്ലാം മൂഞ്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ന്യൂസൊക്കെ കണ്ടു കാണും. DGP ഉത്തരവിട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് എല്ലാത്തിനും ഒന്ന് തൂക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ DGP ഉത്തരവിട്ടിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഇതുപോലെ ആയിരിക്കണം. എല്ലാ കാര്യങ്ങളും ജടപടെ നടക്കണം. അപ്പം കൊള്ളാം. എനിക്ക് ആ നടപടികളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ കേട്ടപ്പോൾ നല്ല സംതൃപ്തിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം ന്യൂസ് കാണാം. അതുപോലെ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ട്. ഈ ഷമീറിന്റെയൊക്കെ പേക്കൂത്തുകൾ, മുന്നേ ഉള്ള പേക്കൂത്തുകളും ഇവന്മാരെ കാട്ടിക്കൂട്ടിയതും ഒക്കെ കാണണം. കാരണം ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്യാമറ ഓണാണെന്നോ പോലുമുള്ള ബോധമില്ലാതെ ഇവന്മാരെ കാട്ടിക്കൂട്ടുന്ന തന്തയിലായിരുന്നു. അത് തന്നെ പറയേണ്ടി വരും. ഓക്കെ. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് ആദ്യം ന്യൂസ് ക്ലിപ്പ് ഒന്ന് കാണാം. വാർത്തയിലേക്ക്. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയുടെ പരാതിയിലാണ് DGP റവാഡ ചന്ദ്രശേഖർ ഉത്തരവിട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് പോലീസ് സൂപ്രണ്ട് ഈ വിഷയം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പോക്സോ കേസ്, നാർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഒരു പിടി ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ കൂടിയാണ് തൊപ്പി. ഇയാൾ സമൂഹത്തിന് വലിയൊരു മെനസാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഇതടക്കം അന്വേഷിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് അന്വേഷണ പരിധിയിൽ വരിക? തൊപ്പി ഒടുവിൽ കുടുങ്ങുമോ? രഞ്ജിത്ത്, തൊപ്പിയെ നമുക്കറിയാം, നേരത്തെയും ഇത്തരത്തിൽ വിവാദത്തിൽപ്പെട്ട ഒരാളാണ്. ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കോടികൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ തൊപ്പി എന്ന യൂട്യൂബർ. ഇപ്പോൾ തൊപ്പിക്കെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ശ്രീജിത്ത് പെരുമനയാണ് DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ DGP അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എവിടെയാണ് ഇതുവരെയ്ക്കും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സൈബർ പോലീസിന്റെ പരിധിയിലാണോ ഈ കേസ് വരുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. എന്നാൽ നിലവിൽ എവിടെയും തൊപ്പിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ്. ഇതിൽ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ഒരു പോര് തന്നെ നടക്കുകയാണ്. പ്രത്യേകിച്ച് തൊപ്പിയും അതോടൊപ്പം തന്നെ തൊപ്പിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഒരു 3-4 ഫ്രണ്ട്സ് കൂടിയാണ് ഈ സ്ട്രീമിംഗ് നടത്തുന്നത്. അതിൽ മമ്മു എന്ന് പറയുന്ന തൊപ്പിയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, 2-3 പേരുണ്ട്. അപ്പോൾ ഇവരാണ് പെട്ടെന്ന് തൊപ്പിയുമായി അടിച്ചു പിരിയുകയും പിന്നീട് അവർ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് തൊപ്പിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിൽ പറയുന്നത് പ്രകാരം തൊപ്പി വീട്ടിൽ ലഹരി ഉപയോഗിക്കും, തങ്ങളുടെ വീട്ടിലൊക്കെ തൊപ്പി ലഹരി കടത്താറുണ്ട്, ഒപ്പം തങ്ങളെയൊക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കും, തൊപ്പി പണം നൽകില്ല, തൊപ്പിയുടെ അടിവസ്ത്രം പോലും ഞങ്ങളെ കൊണ്ട് കഴിയിപ്പിക്കും, മുഖത്തൊക്കെ തൊപ്പി അടിക്കും, ഒപ്പം സ്ത്രീകൾക്ക് പല സ്ത്രീകളെയും ആവശ്യപ്പെട്ടതിന് ശേഷം അവർക്ക് പണം കൊടുത്ത് ഒതുക്കുന്ന രീതിയിലേക്കൊക്കെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ തൊപ്പി ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെയാണ് ഈ തൊപ്പിയുടെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ഉത്തരവ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയിൽ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അന്വേഷിക്കണം, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, തൊപ്പിക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളുണ്ടോ, ഈ സുഹൃത്തുക്കൾ പറയുന്നത് ശരിയാണോ എന്നതൊക്കെ ആയിരിക്കും അന്വേഷിക്കുക. ഇതിൽ പോക്സോ കേസുകൾ, നർക്കോട്ടിക് MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനങ്ങൾ, അശ്ലീല പ്രചരണം, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ ആരോപണങ്ങളാണ് തൊപ്പി എന്ന നിഹാദിനെതിരെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിലിപ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. രഞ്ജിത്ത്, ശരി. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവച്ചു. കേട്ടല്ലോ, വളരെയധികം സന്തോഷം. കാരണം ഇമാതിരി തൊട്ടികളെയൊന്നും ഇനി ഇവിടെ വച്ച് വാഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ ബാൻ ചെയ്യണം. കാരണം പിള്ളേരടക്കം കാണുന്ന ഈ ഒരു സാധനം, യുവമാരൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും പിള്ളേരാണ്. ആ പിള്ളേരൊക്കെ ഇനി വഴിതെറ്റാണ്. ഇതിന്റെ അപ്പുറമൊന്നും വേണ്ട. ഇവന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക. അമ്മാതിരി അവരായത്തനാണ്. ഒരു വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റും എടുത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെ പേക്കൂത്ത് നടത്താം. ഡ്രഗ്സ്, പെണ്ണ്, അത് ഇത്, ചാപ്പ് ചവറ എല്ലാം അതും ഏജ് പോലും ആവാത്ത അണ്ടർ ഏജിലുള്ള പെൺകുട്ടികളെ അടക്കം കൊണ്ടുവന്ന് യൂസ് ചെയ്യുന്നു. ഇതിന് പുറമെ കൊണ്ടനടി എല്ലാ തോട്ടി പരിപാടി നടത്തി പോകുന്ന ഈ ഗ്യാങ്ങിനെ മൊത്തത്തിൽ
അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈഗിള് ഇവരുടെയൊക്കെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലുള്ള ഒരു വ്യക്തിയാണല്ലോ ഈഗിള്. അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഇന്നലെ വേറെ ഇവരുടെയൊക്കെ ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഇവരായിട്ടൊക്കെ തമ്മിൽ വഴക്ക് കൂടി ആൾക്കാരൊക്കെ പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലവന്മാരെ മൂട് താങ്ങുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിപ്പോ ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ചെങ്കിലും ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വിഷയം ഡ്രഗ്സ്, പെണ്ണ് കേസ് ഇതൊക്കെയാണ്. പെണ്ണ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ ഏജിലുള്ള കുട്ടികളെ അടക്കം കൊണ്ടുവന്ന് അബോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളടക്കമാണ് കൂട്ടുകാരന്മാരായിട്ടുള്ളവന്മാർ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ കുറെ തൊട്ടി പരിപാടികളെല്ലാം പുറത്തായി. ഞാനൊരു കാര്യം പറയാം, ഷമീറും മമ്മുവും എല്ലാം മറ്റേ ജാസി എല്ലാം തൊട്ടികൾ, അതുപോലെ തന്നെ തൊപ്പിയും എല്ലാം ഇവന്മാര് ഒരുത്തനും എടുപ്പല്ല, എല്ലാം തൊട്ടികളാണ്. എല്ലാത്തിനും അറസ്റ്റ് ചെയ്യണം. എന്തായാലും ഈഗിൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇപ്പൊ നമ്മളൊന്നും വിചാരിക്കാത്തൊരു രീതിയിലാണ് ഇവര് തമ്മിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പോയത്. അതുകൊണ്ടിപ്പോ നമ്മള് എല്ലാവരുടെ അടുത്തും കൂടിയിട്ടാണ് അന്ന് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഓർഗന്റെ പേരിൽ ഒന്നും വേണ്ട. ഞാനിപ്പോ തൊപ്പീനെ വിളിച്ചിട്ടാണെങ്കിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങള് ഇതിലൊന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തൊപ്പീന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റാനോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോന്ന് പറഞ്ഞു എന്റെ അടുത്തും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ഈ പ്രശ്നത്തിലൊന്നും താല്പര്യം, ഞങ്ങൾ ഇതുവരെ അതിൽ വന്നിട്ടില്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ അടുത്ത് വന്നിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ വേണമെങ്കിൽ ചിലപ്പോ പേര് മാറ്റും, അങ്ങനെ ചിലപ്പോ അങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് അവൻ പറയുന്നത്. വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതിപ്പം ഈഗിളിപ്പം ഈഗിൾ പറഞ്ഞത് ഞാൻ ഇനിയിട്ട് വീണ്ടും ഇട്ട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനും ഇപ്പോ ദലത്തി എന്ന് പറയുമ്പോൾ അശ്വനാണ് നമ്മൾ MRC ഓണറായിട്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആദ്യം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 7 ഫ്രണ്ട്സ്, നമ്മളെല്ലാം കൂടെ 7 ഫ്രണ്ട്സ് ചേർന്നാണ് ഈ ഒരു ക്ലാനായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ക്ലാൻ എന്ന രീതിയിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ആയതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ബൂട്ട് ക്യാമ്പും കാര്യങ്ങളും നമുക്ക് BGMI നല്ലൊരു ടീമിനെ നമ്മൾ ഇട്ടു, അതേപോലെ വാലറന്റ് നല്ലൊരു ടീം ഇട്ടു. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ഓർഗായിട്ട് മാറണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ മാറിയപ്പോൾ എന്തായാലും ഓണറിന്റെ പേര് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ രണ്ടുപേരും പേരും കൊടുത്തിട്ട്, കാരണം എല്ലാവരും 9 പേരെയും കൂടി ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരും നമ്മുടെ MRCയുടെ ഓണർ രീതിയാണ്. പക്ഷെ പേരിൽ ഞാനും അണ്ണനാണ് ഓണറായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവരെ പേരൊന്നും ഞാൻ ഇപ്പൊ എടുത്ത് പറയുന്നില്ല, കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോ ഈ പേരെന്ന് പറഞ്ഞ ഇപ്പൊ ഒരു എന്താ പറയാ ആർക്കും പറയാൻ പറ്റാത്തൊരു രീതിയിലോട്ടായിപ്പോയി. ഇപ്പം നമ്മള് അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നതല്ല, എന്നാലും ആ ഒരു രീതിയിലോട്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ അവരെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പക്ഷെ അവരെല്ലാരും ഉള്ളതാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയർ എന്ന രീതിയിലാണ് നമ്മൾ തൊപ്പീനെ ഇപ്പം നിങ്ങൾ കേട്ടെ ഈഗിളിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തതാണ് നമ്മളെ ടീമിലോട്ട്. അതേപോലെ റിക്രൂട്ട് ചെയ്ത ഒരാളും കൂടെയാണ് നമ്മൾ തൊപ്പി ആണെങ്കിൽ. അപ്പോ അങ്ങനെ റിക്രൂട്ട് ചെയ്ത് വന്നു. അവൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ ഈഗിൾ പറഞ്ഞ പോലെ എനിക്ക് UK വരേണ്ടി വന്നു. അപ്പൊ ഞാൻ ഇതിന് എല്ലാം മാറിയിരുന്നു, സ്ട്രീമിങ്ങിനായാലും ഗെയിമിങ്ങിനായാലും എല്ലാത്തിനും ഞാൻ മാറിയിരുന്നു. അണ്ണൻ സത്യം പറഞ്ഞാൽ നമുക്ക് വരുന്ന പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു PC എടുത്തോണ്ട് PC ഒക്കെ സ്പോൺസർ ചെയ്തു. അങ്ങനെയൊക്കെയാണ് അണ്ണനായിട്ട് ഞാൻ ഇതാവുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് MRCയിൽ ആ സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ നല്ലപോലെ പൈസ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അണ്ണനാണ് നമുക്ക് എല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നത്, അശ്വിനാണ്. അപ്പോ അണ്ണനും ഒരു സമയത്തായപ്പോ ബിസിനസ്സിലൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പൊ അണ്ണനും ഒന്ന് മാറിയിക്കേണ്ടി വന്നു. ആ ടൈമാണ് ഇതൊക്കെ തൊപ്പി വൈറലാവുന്നതും ആ ടൈമൊക്കെ. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ അതിലൊന്നും ഇടപെടാൻ നിന്നില്ല, കാരണം അന്ന് നമുക്ക് അവനൊരു ഫ്രണ്ടായിട്ടാണ് വന്നത്. അപ്പൊ അവൻ നല്ലപോലെ പോകുന്നു, അതിൽ കയറി ഇടപെടാനോ നീ നമ്മളെ പേര് വെച്ച് ചെയ്യേണ്ടെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. വളരെയാണെങ്കിൽ വളരട്ടെ എന്നുള്ള രീതി തന്നെ. കാരണം നമ്മൾ ഇന്നേവരെ ആരെയും നമ്മള് ഒരാൾ വളരുന്ന കണ്ടിട്ട് നമ്മൾ ഇതുവരെയും ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. കാരണം നിങ്ങൾ ഇപ്പൊ ആലോചിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മെയിൻ സ്ട്രീമേഴ്സ് എല്ലാവരും MRC ആണ് എല്ലാവരും തുടങ്ങിയിട്ടുള്ളത് മിക്കുള്ളവരും. അപ്പോ എല്ലാവരും വളരുന്ന തന്നെയാണ് നമുക്ക് സന്തോഷം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിലൊന്നും സംസാരിക്കാനോ ഒന്നും നിന്നിട്ടില്ല. നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു ഒരാൾ വളരുന്ന കണ്ടിട്ട്. സോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ നിന്നില്ല. പിന്നെ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടല്ല തൊപ്പിയുടെ ഗ്യാങ്, MRC ഗ്യാങ് നിങ്ങൾക്ക് അറിയാം. അപ്പം ആ ഗ്യാങ്ങിലുള്ള ആരെയും നമ്മളായിട്ടല്ല എടുത്തിട്ടുള്ളത്. അതെല്ലാം തൊപ്പിയുടെ ഇഷ്ടത്തിന് തൊപ്പി തന്നെയാണ് അവരെല്ലാവരെയും റിക്രൂട്ട് ചെയ്തതും എല്ലാം. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ അതിൻ്റെ അകത്തൊന്നും പറയാനും പോയില്ല, കാരണം അവന് സ്ട്രീം നല്ലതുപോലെ കൊണ്ടുപോകാൻ ഒരു ടീമിനെ വേണം. അതുകൊണ്ട് അവൻ എടുത്തു, അവന്റെ നല്ലതിനെ എടുത്തു. അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ നിന്നില്ല. സോ അവരായിട്ടൊന്നും നമ്മൾ ഒരു ഇതുമില്ല, കണക്ഷനും ഇല്ല. പിന്നെ MRCയുടെ RP അതായാലും അവർ തന്നെയാണ് അത് ചെയ്തത്. അതിലും നമ്മളൊന്നും പറയാൻ നിന്നില്ല, കാരണം അവർക്ക് നല്ലത് വരട്ടെന്ന് വരെ തന്നെ നമ്മളൊന്നും ചെയ്യാതിരുന്നത്. പിന്നെ RPയിലായാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നിട്ടും നമ്മൾ അതിൻ്റെ അകത്തൊന്നും ഇടപെടാതിരുന്നത്. അത് RP ആണ്, അത് ഗെയിമാണ്. അതിൽ അവര്
എന്തൊക്കെ കാണിക്കുന്നു അത് അതേപോലെ പോട്ടെ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം നടക്കുന്ന കാര്യത്തിൽ നമ്മള് ഒന്നും പറയാതിരുന്ന അത് ശരിയാവത്തില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്ര നാൾ ഉണ്ടാക്കി വെച്ച ഒരു MRC എന്ന് പറഞ്ഞ ഒരു മാർസലസ് എന്ന് പറഞ്ഞ ഓർഗ് അല്ലെങ്കിൽ ക്ലാൻ എന്താവട്ടെ, അതിന്റെ പേര് ഇങ്ങനെ അത് പറയാൻ തന്നെ ഒരു എന്താണ് അത് ചീത്തപ്പേരായി എന്നുള്ള രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ന്യൂസിലാണെങ്കിലും MRC എന്നൊക്കെയാണ് എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്റെ പേരിന്റെ മുന്നിൽ കിടക്കുന്നത് MRC ആണ്, മനസ്സിലായില്ല. അപ്പം എനിക്ക് തന്നെ കുറച്ച് ഇതുണ്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോ. അപ്പം ഇപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ട് ഇതിന്റെ അകത്ത് ഇടപെട്ടില്ലെങ്കിൽ അത് ശരിയാവത്തില്ല, നമ്മളെ കൈവിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മളിപ്പം ഈഗിളാണെങ്കിൽ ഈഗിളിന്റെ വന്ന് സംസാരിക്കാൻ ഒരു ഇത് തന്നെ ഈഗിളെ താങ്ക്യൂ. അപ്പോ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ വന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്, MRCയുടെ സ്റ്റേറ്റ്മെന്റ്. ഇനി അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് നമ്മള് ബാക്കി ഒന്നും ഇതുവരെ ഒന്നും കൊണ്ടുവരാൻ നിൽക്കുന്നില്ല. അത് കൊണ്ടുവരുന്ന വരെ നമ്മൾ MRC ഓണറും നമ്മുടെ ഫൗണ്ടേഴ്സും മാത്രമായിരിക്കും MRCയിലുള്ളത്. ബാക്കി എല്ലായിടത്തും നമ്മൾ പോയി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ MRC ടാഗ് ഇനി യൂസ് ചെയ്യലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അവരെന്നെ മാറ്റുന്നതായിരിക്കും അവർക്ക് നല്ലത്. നമുക്ക് ഇതിന്റെ പിറകില് ലീഗലായിട്ടോ അങ്ങനെ ഒന്നും പോകാനൊന്നും താല്പര്യമൊന്നുമില്ല. അപ്പൊ അതിനെ ഇടപെടുത്താതിരിക്കുക, അത് മാത്രമേ എനിക്ക് ഒരു റിക്വസ്റ്റായിട്ട് പറയാവുള്ളൂ. കാരണം നമുക്കിനി ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഇത്ര നാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചൊരു സാധനം കാര്യം ഇങ്ങനെ ഇതേപോലെ പോകാൻ വേണ്ടിട്ട്. അതുകൊണ്ട് ഇനി പറയുവാണ്, ഇനി അവർ ചെയ്യുന്നതിൽ നമ്മൾ MRC ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും നമ്മളായിട്ടൊരു ഇതുമില്ല. ഇനി നമ്മളിപ്പോ MRCയിൽ നമ്മൾ ഓണർ ഞാനും ആശുരാണനും പിന്നെ നമ്മുടെ ഫൗണ്ടേഴ്സായ ഇപ്പോ 6 പേരുണ്ട്. ബാക്കി അവരും കൂടെയാണ് ഇപ്പൊ ഉള്ളത്. സോ ഇനി ഗ്യാങ്ങിലെ ഇപ്പൊ MRC ഗ്യാങ് ആയാലും വേറെന്താണെങ്കിലും അവരൊക്കെ പേര് മാറ്റാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇവന്മാര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ കുറച്ച് പയ്യന്മാരാണ്. ഞാൻ ഇവിടെ ഫോട്ടോസ് ഒക്കെ കൊടുക്കാം. അപ്പൊ ഇവന്മാരൊക്കെയാണ് MRC ഗ്യാങ്ങിന്റെ യഥാർത്ഥ ആൾക്കാരൊക്കെ. ഇവന്മാരൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ഇവന്മാർക്ക് അടക്കം ചീത്തപ്പേര് കിട്ടുന്നു എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. ഇവന്മാരിൽ നിന്നുമാണ് പിന്നെ MRC ഗ്യാങ് അങ്ങനെ എങ്ങനെയൊക്കെ ഇവന്മാർ എന്തൊക്കെയോ പരിപാടികളല്ലേ, നമുക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടെ. എന്തൊക്കെയോ കുറെ തൊട്ടി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, കൂടുതലൊന്നും അറിയാൻ പാടില്ല. അപ്പൊ MRC ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഇവന്മാരാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇവന്മാരിൽ നിന്നാണ് അടുത്ത തൊപ്പിയും ടീമൊക്കെ അങ്ങോട്ട് പോയത്. പിന്നെ തൊപ്പി അവിടെ പോയി മറ്റേ മമ്മൂനെയും കുമ്മൂനെയൊക്കെ എടുത്തെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഇവന്മാർക്ക് MRC എന്ന പേര് കേൾക്കുമ്പോൾ യുവമാർക്കും കൂടി നാണക്കേടാണ്. യുവമാർ അതിലുള്ളതല്ലേ, ആ ഡ്രഗ്സിലും പെണ്ണ് ഇതിലൊക്കെ ഉള്ളവന്മാരല്ലേ എന്നുള്ള ചോദ്യങ്ങൾ നാട്ടുകാർ ചോദിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ നിന്റെയൊക്കെ ഗ്യാങ് ആണെങ്കിൽ എന്തിനാണ് പേര് അവന്മാർക്ക് കൊടുത്തത്? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. അങ്ങനെ അവന്മാരെ അഴിച്ചു വിട്ട് എന്തിന്? എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, പിന്നെ കമ്പനി ഇല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് കൊണയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോഴും കൊടുക്കാൻ പാടില്ല. നമ്മുടെ പേരാണ് ഇടാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിടണമായിരുന്നു. ഇതിപ്പോ ഒരു പ്രശ്നം വന്നപ്പോ ഞങ്ങളുടെ പേര് അവന്മാരെടുത്ത് പോയത് കൊണ്ട് ഞങ്ങൾക്കും കൂടി ചീത്ത പേരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നാലും ബാക്കി വെക്കാം. MRC ഗ്യാങ്ങിന്റെ അത് ഇഷ്യൂ കാണുന്നുണ്ട്. അപ്പോൾ അതില് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. വർഷങ്ങളായിട്ട് എനിക്ക് വളരെ പേഴ്സണലി വേണ്ടപ്പെട്ട 2 പേരാണ് അതിന്റെ ഓണേഴ്സ്. അതിലൊരാളെന്ന് പറഞ്ഞാൽ അശ്വിൻ ചേട്ടനും അതിൽ വേറൊരാളെന്ന് പറഞ്ഞാൽ ഗോഗു ആണ്. അവർക്ക് 2 പേർക്കും കറന്റ് ഇപ്പൊ ഇത് വന്ന് വിളിച്ച് പറഞ്ഞ് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്റെ കൂടെ വന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. സോ ഈ MRC എന്ന് പറയണ 3 ഇത് ചിലപ്പോൾ കേൾക്കാൻ ഈ സ്റ്റോറി ഇത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വെളിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അവരുടെ അടുത്തും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഈ MRC എന്ന് പറയുന്നത് മാർസലസ് എന്ന് പേരുള്ള ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. അത് മനസ്സിലായോ? ഒരു ഗെയിമിംഗ് ഓർഗനൈസേഷൻ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഫോം ചെയ്തതാണ്. ഏകദേശം 8 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു ഓർഗാണ് MRC. MRCയിൽ 8 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരു പ്ലെയർ ആണ് ഞാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ വേറെ ഒരു ലൈനപ്പുകളും ക്വാളിഫൈ ആവാത്ത സമയത്ത് കേരളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ത്യ ടൂർണമെന്റ്സ് ക്വാളിഫൈ ആയ ഒരു ലൈനപ്പ് ആയിരുന്നു ഞാൻ, ഗോഗ്, റസിന്, വെനം, പിന്നെ ഈ പറയണത് പോലെ നമ്മുടെ കുറെ പേരുണ്ട് അതിനകത്ത്, ആക്ഫ്രോളിക്ക്, നോയ്സി ബോയ്, ഇങ്ങനെ കുറെ നല്ല കിഡിലൻ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് നല്ല പ്ലേയേഴ്സും അതുപോലെ അന്നത്തെ കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമറായ ഗോകു ഉണ്ടായിരുന്ന ക്ലാനാണ് മാർസലസ് എന്ന് പറയുന്ന MRC. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബ്രീഫായിട്ട് ഒരു ചെറിയ കഥ പറയാം. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ഞാൻ വിസി വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർ വന്ന് സംസാരിക്കും. സോ ഇതായിരുന്നു MRC എന്ന് പറയുന്ന ക്ലാൻ. ഈ MRCയിലേക്ക് തൊപ്പി എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ, അതായത് ആ സമയത്ത് അവൻ കുറച്ച് ഫാസ്റ്റ് ഫേസ് ചൈനീസ് ഗെയിം പ്ലേ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളും സ്നൈപ്പർ ഷോട്ടും ഒക്കെ ആയിട്ട് വന്ന ഒരു പ്ലെയറാണ് തൊപ്പി.
നമ്മുടെ മീറ്റപ്പുകൾക്കാണെങ്കിൽ പോലും തൊപ്പി അങ്ങനെ ജോയിൻ ചെയ്യാറില്ല. അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ടൈപ്പ് അങ്ങനത്തെ ഒരു ആളെ സ്വഭാവം അല്ലായിരുന്നു. അവൻ ആ സമയത്ത് നമ്മുടെ അത് ജോയിൻ ചെയ്തു. ഇത് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് ഒരു ടൈം ആയപ്പം MRC നിന്ന് ഇറങ്ങേണ്ട വന്നു. അതിനുശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള ക്ലാൻ തുടങ്ങി. ഞാൻ പിന്നെ ബ്ലൈൻഡിൽ കയറി. അങ്ങനെയായിരുന്നു എൻ്റെ ജേണി. ഈ സെയിം സൈഡിൽ MRCയുടെ ജേണി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പ് ഒക്കെ ഫോം ചെയ്ത സമയത്ത് ഇതുപോലെ അവർക്കും ബൂട്ട് ക്യാമ്പ് ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ബൂട്ട് ക്യാമ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു അവര്. സോ വൺസ് ഗോകുവിനും ഒക്കെ പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്കിനും അതുപോലെ അശ്വിൻ ചേട്ടന് ബിസിനസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ബൂട്ട് ക്യാമ്പ്, അതായത് നിങ്ങൾ ഈ പറയുന്ന MRCയുടെ ഈ തൊപ്പി അടങ്ങുന്ന ഗ്യാങ്ങിന്റെ വീടിനെ പറ്റിയല്ല പറയുന്നത്. അതിന് മുമ്പ് ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ ഫുൾ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അശ്വിൻ ചേട്ടനാണ്. അശ്വിൻ ചേട്ടൻ വൺസ് അതിനകത്ത് കഴിഞ്ഞിട്ട് ബിസിനസ് പരമായിട്ട് പുള്ളിക്ക് ദുബായിൽ കുറച്ച് ഡൗണും കാര്യങ്ങളൊക്കെ വന്നപ്പം പുള്ളിക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് MRCയിലെ പ്ലേയേഴ്സിന്റെ അടുത്ത് എല്ലാവരും പറഞ്ഞപ്പം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഗോകുവിന് പുറത്തോട്ട് പോകണം എന്നുള്ളൊരു ഇതൂടെ വന്നപ്പോഴത്തേക്കിന് ഗോകുവും നേരെ വെളിയിലോട്ട് പോയി. സോ അങ്ങനെ ആ MRCയുടെ ബൂട്ട് ക്യാമ്പ് അവിടെ ഷട്ട് ഡൗൺ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ ഷട്ട് ഡൗൺ ചെയ്ത് നിർത്തി കംപ്ലീറ്റ്ലി MRCയുടെ ഓപ്പറേഷൻസ് ഫുൾ കട്ട് ചെയ്തു. പിന്നെ അതിനകത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല, പ്ലേയേഴ്സ് ഇല്ല. ഞാൻ പറയാം മര്യാദ അത് ഓപ്പറേറ്റ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇന്നും കേരളത്തിലെ ടോപ്പ് ഓർഗനൈസേഷൻ എന്നുള്ള തന്നെ രീതിയിൽ അവരുണ്ടാക്കി വെച്ച അന്നത്തെ ലെഗസി തന്നെ ഇന്നത്തെ കേരളത്തിലെ ടോപ്പ് ഒരു ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ അത് ഇന്നും അറിയപ്പെടും. അന്നത്തെ ലെഗസി, ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, മനസ്സിലായ? അങ്ങനെ നിന്ന ഒരു ടൈം ആയിരുന്നു MRC എന്ന് പറയുന്ന സാധനം. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയ സമയത്താണ് തൊപ്പിയുടേതായിട്ടുള്ള ഒരു സ്ട്രീമിംഗ് ശൈലി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവൻ തന്നെ സമ്മതിച്ച ഈ പറയുന്ന ഐഷോ സ്പീഡിന്റെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു. ഈ ക്യാരക്ടർ വെച്ചിട്ട് അവൻ നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, ഹ്യൂജ് കൗണ്ട് ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നു, കോൺട്രവേഴ്സീസ് വരുന്നു, എല്ലാം വരുന്നു. സോ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഇതിന്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്ത് വരാനാണെങ്കിൽ തൊപ്പിയുടെ അടുത്ത് ഇത് ഓണർഷിപ്പ് വേണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർഗിന്റെ പേരാണടാ MRC എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വരണമെന്നുണ്ടായിരുന്നെങ്കിൽ തൊപ്പി ഇത് പ്രൈം ടൈമിൽ ഉണ്ടാക്കി വെച്ചിരുന്ന സമയത്ത് അവർക്ക് വന്ന് ക്ലെയിം ചെയ്യാമായിരുന്നു. ഇന്നേ വരെ ഒരു പബ്ലിക് അപ്പിയറൻസിലോ ഗോകുവോ അശ്വിൻ ചേട്ടനോ ഒരാൾ പോലും ആ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല. നിങ്ങൾ കാണുന്നവർക്കറിയാം, അല്ലാത്തവരുടെ ഞാൻ പറയുന്നില്ല. ഇന്നേ വരെ അവര് വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട് എനിക്കതിന്റെ ക്രെഡിറ്റ് വേണം, അല്ലെങ്കിൽ തൊപ്പി ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്നത് ചെയ്യുമ്പോഴും അത് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല. മനസ്സിലായ? കാരണം ഇന്ന് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നടക്കാത്തത് കൊണ്ടാണ്. എടാ, ഇത്രയും മോശം സമയത്ത് അവർ അതിന്റെ ഓണർഷിപ്പ് ടേക്ക് ഓവർ ചെയ്യാൻ വരിക എന്ന് പറഞ്ഞാൽ എത്ര നാണക്കേടോട് കൂടിയാണ് അത് ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. സോ അവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സമാധാനത്തോടെ നിങ്ങൾ കേൾക്കുക. തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ ബ്രോ, ഇതില് അഭിപ്രായം പറയാനില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ മറ്റേ പേടിയുള്ളത് പോലത്തെ ആയിപ്പോവും. തൊപ്പി വരും, തൊപ്പി വന്ന് എന്തോ പറയുമെന്ന് നമ്മുടെ ഗ്യാങ് TVയെ പറ്റി RP ഇഷ്യൂല് വന്ന് ഓഡിയൻസ്, ഇവിടുത്തെ MRC ഓഡിയൻസ് തൊപ്പി വന്ന് നിന്നെ ഇതാക്കി കളയും, മറ്റേ ഇത് പറഞ്ഞു കളയും, നിന്നെ ഇതാക്കുമ്പോൾ കണ്ടോടാന്നൊക്കെ പറഞ്ഞു വരുന്നപ്പം ഇത്രയും കാണേണ്ട വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പല സൈസിലുള്ള സാധനങ്ങളും അതും ഇതും എല്ലാം കാണേണ്ട വന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെറിയ അപരാധങ്ങളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഇതാണ് ഉമ്മറുടെ ചരിത്രം. അതായത് MRC ഉടലെടുത്തതും അവിടെ നിന്ന് തൊപ്പി ജോയിൻ ചെയ്തതും പിന്നെ ഈഗിൾ ഉണ്ടായിരുന്ന ഈഗിൾ മാറിപ്പോയത്, ഇതൊക്കെ ഉമ്മറുടെ ചരിത്രങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ MRC എന്ന് പറഞ്ഞാൽ ചീത്ത പേര്. MRC ഷമീർ, MRC തൊപ്പി, MRC മമ്മു, എനിക്കിത് അറിയാം കേട്ടോ. ഞാൻ ഉമ്മയുടെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്ക് അറിയത്തുമില്ല എന്ത് കോപ്പാണോ എന്തോ. അത് എന്തായാലും അമ്മയുടെ ഒരു കമ്മ്യൂണിറ്റി, അമ്മയുടെ സെറ്റപ്പാണ്. പക്ഷേ ഇപ്പൊ വന്നിട്ട് മറ്റവന്മാർക്കും കൂടി ചീത്തപ്പേരിന്റെ ഷെയർ കിട്ടണം എന്ന് പറഞ്ഞതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇനി ഞാൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയെ കൊടുക്കാം. അങ്ങയുടെ പ്രൊഫൈലാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നത്. ഇദ്ദേഹമാണ് ഇപ്പൊ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കേസുകളും കാര്യങ്ങളുമായിട്ടൊക്കെ പോയി DGP ഇപ്പൊ അന്വേഷണത്തിനുള്ള ഉത്തരവൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ചെറുക്കെട്ടായിട്ട് നടക്കുന്നത്. നല്ല കാര്യം. ഇതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇനി ഷമീറിന്റെ ഒരു വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം, കണ്ടു നോക്കെ. നീ എന്താ കാണിക്കുന്ന ഷമീറ? അവൻ വിടുന്നില്ല. ഇത്തിരി പറഞ്ഞാ ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടിയപ്പോ അവന്റെ ഇളക്കങ്ങൾ കണ്ടേനെ. അതും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. വേറൊന്നുമില്ലടേ, ഇപ്പം ആണുങ്ങളായ പെണ്ണുങ്ങളടുത്ത് ഒരു ഇതൊക്കെ തോന്നും, കാര്യങ്ങളൊക്കെ ആണ്, അതും കൺസെന്റോടുകൂടി ഇരിക്കുമ്പോൾ തോന്നും. പക്ഷെ ഓപ്പോസിറ്റ് ക്യാമറ ഓൺ ആണെന്നും അത് വീഡിയോ എടുക്കുകയാണെന്നും ബ്ലോഗിങ് പോലത്തെ പരിപാടി എടുക്കുകയാണെന്നും പോലും ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഇല്ലാത്തവന്മാര്, അതായത് അഴിഞ്ഞാടി നടക്കുന്ന കുറെ പേക്കൂത്ത് പിടിച്ചവന്മാര്. ഇവന്മാരുടെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളാണ്. ആ കുട്ടികളടക്കം ഇമാതിരി തോന്നിവസങ്ങൾ കാണുകയാണ്. ഓക്കെ, കൂടുതലായിട്ട് ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. പറഞ്ഞ പച്ച തെറികൾ വിളിക്കേണ്ടി വരും. അമ്മാതിരി അപരാധങ്ങളാണ് ഇവനൊക്കെ കാണിക്കുന്നത്.
ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കണ്ടേ. പുതിയൊരു വീഡിയോ കിട്ടണം. ബൈ.